വീണ്ടും വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. വീടിന് സമീപത്തുള്ള കുളത്തിൽ കുട്ടി കുളിച്ചിരുന്നുവെന്നാണ് വിവരം. കുളത്തിലേതുൾപ്പെടെയുള്ള ജലസാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കും. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, ആരോഗ്യവകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ കുടുംബം ഒപ്പം തന്നെ പ്രദേശത്തുള്ളവരൊക്കെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടിക്ക് പ്രാഥമിക ഘട്ടത്തിൽ മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. നന്ദു ഇപ്പോൾ അനനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അനനിയുടെ ബന്ധുക്കൾ എന്താണ് ശരിക്കും പറയുന്നത്? അതായത് ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടി കുളിക്കാൻ പോയ കുളത്തിന്റെ സാമ്പിളൊക്കെ ഇന്ന് ശേഖരിക്കും. അതിൽ ആണോ രോഗത്തിന്റെ ഉറവിടം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുംബം ഗുരുതരമായ ഒരു ആരോപണം ആദ്യം ചികിത്സിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് 2 ദിവസം മുൻപാണ് ഈ കുട്ടിയെ ഇവിടേക്ക് പനി ബാധിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് അവിടെ കാര്യമായ ചികിത്സകളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഈ കുടുംബം ഇപ്പോഴും പറയുന്നത് അവിടെ നിന്നും കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ തന്റെ മകളെ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അനയുടെ അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആശുപത്രിയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം അവർക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്താണ് സംഭവിച്ചത്? ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടുന്ന് നടത്തിക്കൊണ്ട് പോയ മോളെ, എൻ്റെ മോള് 3 മണിയാവുന്നത് എനിക്ക് ഉറച്ചു പറയാൻ പറ്റും. തക്കതായ ചികിത്സ എന്റെ പോക്ക് കിട്ടാതെ കൃത്യമായി ചികിത്സ നൽകിയിട്ടില്ലായിരുന്നു. രാവിലെ 10 മണിക്ക് പോയ കുട്ടീനെ അവർ ടെസ്റ്റ് ചെയ്ത് ഞാൻ പനി ഛർദി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എൻ്റെ കുട്ടിയെ പനിയുണ്ട്, ഛർദിണ്ട്, കുട്ടി ശരീരം തളരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. രാവിലെ ഞാൻ ജനറൽ ഒ പിയിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, കുട്ടിക്ക് ഛർദി ഉണ്ടെങ്കിൽ നിങ്ങൾ ഛർദിക്ക് നാവിൻ്റെ അടി വെക്കാനുള്ള ഒരു സ്റ്റിക്കർ തരാം, അത് വെച്ചിട്ട് കുട്ടിയുടെ ഛർദി കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ടെസ്റ്റിൻ്റെ റിസൾട്ടും കാണിച്ചിട്ട് മരുന്ന് തരാമെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഡോക്ടർ പറഞ്ഞ് സ്ഥിതിക്ക് എൻ്റെ കുട്ടി തളർന്ന കുട്ടിയായതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ സൈഡ് ആരും ഇല്ലായിരുന്നു. ഞാൻ ആ ടെസ്റ്റ് ലാബിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കസേരയിൽ അവിടെ കൊണ്ട് കിടത്തി അതിന് ടെസ്റ്റ് ചെയ്യാനുള്ള പേപ്പറും കാര്യങ്ങളും കൗണ്ടറിൽ പോയി ബില്ലൊക്കെ അടച്ചതിന് ശേഷം ഞാൻ നേരെ എൻ്റെ കുട്ടീൻ്റെ രക്തം എടുക്കാൻ കൊണ്ട്. അപ്പോൾ എൻ്റെ കുട്ടി ക്ഷീണമാണ്, വയ്യ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞാൽ മരുന്ന് മേടിച്ചാൽ കഴിഞ്ഞ് നമ്മുടെ കാര്യം തീർന്നെന്ന് പറഞ്ഞിട്ട് അവളെ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ രക്തം ഓടിപ്പിച്ച് ഞാൻ അവളെ ഒരു സ്ഥലത്ത് കിടത്തി. പക്ഷെ അവൾ തീരെ കിടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അവളെ താങ്ങി പിടിച്ച് കാഷ്വാലിറ്റിയിൽ ഒരു ബെഡ് കാലിയൊക്കെ എടുക്കുന്നുണ്ട്. ആ ബെഡിൽ കൊണ്ടേ കിടത്തി. ഇവിടെ കിടക്കുന്ന എനിക്ക് ക്ഷീണമല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തി ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. താഴെ കാഷ്വാലിറ്റി ഡോക്ടറെ അടുത്ത് പോയി കൊണ്ട് കാണിച്ച് ഡോക്ടർ ഇങ്ങനെയാണ് മൂക്ക്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ വേറെ ഒന്നുമില്ല, ഇത് നാവിൻ്റെ അടി വെക്കാനുള്ള ഒരു സ്റ്റിക്കർ വെക്കാനുള്ളൂ, അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് വെച്ചിട്ട് കുട്ടി എന്താ വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ സ്റ്റിക്കറും വെച്ച് അവളെ ഞാൻ കൊണ്ടുപോയി കിടത്തിയതല്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി, ഇനി എന്തെങ്കിലും വരും, റിസൾട്ട് വിട്ടണ്ടേ, എന്നാലല്ലേ എനിക്ക് മെഡിസിൻ കിട്ടുള്ളൂ എൻ്റെ മോക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ 11 മണിക്കാണ് അവളെ ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ 1 മണിക്കാണ് റിസൾട്ട് കിട്ടുക. ആ 1 മണി വരെ ക്ഷീണിച്ച് നിൽക്കുന്ന എൻ്റെ മോളെയും കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എടുക്കൽ ഞാൻ ചെന്ന് അന്വേഷിച്ച്, ഇനി ഇവക്ക് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരുമോ, ഇങ്ങനെ തളരുന്നുണ്ടല്ലോ കുട്ടി, ഗ്ലൂക്കോസ് കയറ്റേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊന്നും ആവശ്യം വരില്ല, അവിടെ കിടക്കട്ടെ, കുട്ടിക്ക് ക്ഷീണമായിരിക്കും, അവൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് 1 മണി വരെ ആ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ആ റിസൾട്ട് മേടിച്ചുമ്പോൾ ഡോക്ടറിൻ്റെ കൈ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ബ്ലഡിൽ ഇത്തിരി കൗണ്ട് കൂടിയിട്ടുണ്ട്, വേറെ ഒരു പ്രശ്നവും കുട്ടിക്കില്ല. അപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ കുട്ടി ക്ഷീണമാണ്, അവൾ ഇങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയല്ല, അവൾ ഫുൾ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ്, അവൾ ഓടിച്ചാടി പാട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ തളർന്നിട്ട് ഞാൻ കണ്ടിട്ടേ ഓടിച്ചാടി നടന്ന മോളെൻ്റെ ഫോണ് അതോടെ കിടക്കണത്. രാവിലെ ഞാൻ പറയും, അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു 2 വട്ടം രാവിലെ ഡോക്ടർ എഴുതിയപ്പോൾ BP നോക്കാൻ പറഞ്ഞിട്ടുണ്ട്,
അപ്പോൾ അവിടെ BP ഒന്ന് നോക്കണം, എനിക്ക് അറിഞ്ഞൂടെ BP കൂടുതലോ കുറവോ ഷുഗറിൻ്റെ കൂടുതൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞു, BP അല്ലേ ഇവിടെ ഇത്രയും തിരക്കല്ലേ നിങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. 10 മണിക്ക് പോയ കുട്ടിക്ക് 1 മണിക്കും BP നോക്കിയിട്ടില്ല. ഇനി എത്ര മണിക്ക് ഇവരത് നോക്കാം? കുട്ടീൻ്റെ എല്ലാ കണ്ടീഷനും നോക്കണ്ടേ? ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാന്ന് പറയും ഇങ്ങനെ ചെയ്യാവോ? നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ? അത്ര 1 മണി വരെ എൻ്റെ മോളെ ഒരു ചികിത്സ കൊടുക്കാണ്ടിട്ട് 2:30 ആയപ്പോൾ വീണ്ടും അവൾക്ക് 1 മണിക്ക് വീണ്ടും ഒരു ഡോക്ടറോട് ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി, സാധാരണ കുട്ടികൾക്ക് രക്തം മാത്രമല്ല യൂറിനും ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ യൂറിനും ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ബില്ലടിച്ച് വീണ്ടും ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ മോളെടുത്തപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അവൾ അപ്പത്തേക്ക് കൈ കാലൊക്കെ ഒരു ഭയങ്കര വെയിറ്റായി അവളെ, എനിക്ക് പറ്റിയില്ല. എന്നിട്ട് ഞാൻ അവളെ ഒരു ബോധമില്ലാത്ത പോലെയായിരുന്നു ആ കുട്ടി. എന്നിട്ട് ഞാൻ അവളെ തട്ടി വിളിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി യൂറിൻ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷെ പറ്റിയില്ല. അവള് ബാത്റൂമിൽ കിടന്ന് ഇഴങ്ങി വീഴുന്ന രീതിക്കൊക്കെ ആയിരുന്നു. അവൾക്ക് അവിടെ ശരീരം തളർന്നിട്ടായിരിക്കും. പക്ഷെ എനിക്കത് മനസ്സിലായില്ല ഇനി എന്താ ചെയ്യേണ്ടത്. ഇതിനെ വെയിറ്റുള്ള കുട്ടിയെന്നുകൊണ്ട് എനിക്ക് പിടിക്കാനും പറ്റിയില്ല. ആരും ഇല്ലായിരുന്നു എൻ്റെ കൂടെ ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് 2 കാണിക്കുന്ന ചേച്ചിമാരെന്ന് തോന്നുന്നുണ്ട്. അവർ ജസ്റ്റ് പിടിച്ചെന്ന് ബാത്റൂമിൻ്റെ അവിടെ നോക്കി, കുഴപ്പമില്ല കുട്ടിയല്ലേ നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു, വാതിൽ അടയ്ക്കണ്ട, പെട്ടെന്ന് അങ്ങനെ വീണം നിങ്ങൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാവുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ മോള് ഞാൻ എത്ര തട്ടി വിളിച്ചിട്ട് അവള് ബാത്റൂമിൽ എന്താ ഞാൻ ബാത്റൂമിൽ പോകും മോളെ, ബാത്റൂമിൽ പോകും, നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അവൾക്കൊരു ബോധമില്ല, അവൾക്ക് പറ്റിയില്ല. ഞാൻ എൻ്റെ ശരീരത്തിൽ വെള്ളം ഇല്ലായിട്ടാന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അതിനെ കൊണ്ടുവന്ന് പോയി. എനിക്ക് പറ്റാണ്ടപ്പോൾ ഞാൻ വീൽ ചെയറിനെടുത്ത് അതിലിരുത്തി അവളെ കൊണ്ടുപോയി കിടത്തി. അപ്പോഴും ഇത്രയും ഈ കാഷ്വാലിറ്റി ഡോക്ടർ ഈ നഴ്സുമാരൊക്കെ മുന്നിൽ കൂടെ കാഷ്വാലിറ്റി കൂടി ആ കുട്ടീനെ കൊണ്ടുപോയി കിടത്തുന്നത്. എന്തെങ്കിലും പറ്റിയോ, വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ കുട്ടി, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. എൻ്റെ മോളെ കിടത്തി ഞാൻ അവിടെ. 2:30 ആയി സമയം. 2:30 ആയപ്പോൾ എനിക്ക് വിഷമാവും. കാരണം എൻ്റെ മോളെ എന്തൊക്കെയോ പോലെ വിറയ്ക്കുക കളിക്കുക എന്തൊക്കെയോ ചെയ്യുന്നു. അവിടെ എന്തൊക്കെയോ ഒരു പരസ്പര ബന്ധം ഇല്ലാത്ത രീതിക്ക് എന്തൊക്കെയോ സംസാരിച്ചു എൻ്റെ അടുത്ത്. അതുകൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പത്തിന് ഡോക്ടർ മാറിയിട്ട ഒരു ആൺ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അടുത്ത് ഡോക്ടർ എൻ്റെ മോൾ ഒട്ടും അനക്കല്ലേ, ഇത് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്നു എൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു ശരി കുട്ടിക്ക് ഒട്ടും ക്ഷീണമില്ലെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ഇടാം, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇടാന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റിനെ ഏൽപ്പിച്ചു. ആ സിസ്റ്ററോട് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മോളെ BP ഒന്ന് നോക്കോ, അത് എന്നെ വഴക്ക് പറഞ്ഞിപ്പോയി. ഗ്ലൂക്കോസ് ഇടാൻ പറഞ്ഞപ്പോൾ അതും വീണ്ടും വഴക്ക് പറയാം എൻ്റെ അടുത്ത്. നിങ്ങൾ ഈ സാധാ സമയം ഗ്ലൂക്കോസ് ഇട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് 2-3 ഗ്ലാസ് വെള്ളമേ കാണത്തുള്ളൂ. അതിപ്പോൾ ശരീരത്തിൽ കയറി ഒരു കാര്യമില്ല എന്ന് ആ സിസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് അറിഞ്ഞൂടെ ശരിയോ തെറ്റോ എന്നുള്ളത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അത്രയും നടക്കാൻ വയ്യാത്ത ഒരു കുട്ടിയല്ലേ, 2-3 ഗ്ലാസ് വെള്ളം കുട്ടീൻ്റെ ശരീരത്തിൽ കയറി അത്രയും ആ കുട്ടി ഒന്ന് എഴുന്നേക്കല്ലോ എൻ്റെ ചിന്ത വന്നത്. ഞാൻ ശരി നിങ്ങളൊന്ന് ഇടുമെന്ന് പറഞ്ഞു. അത്രയും അവരോട് സംസാരിച്ച് വഴക്ക് കൂടെ പോലെ 2 മിനിറ്റ് സംസാരിച്ച് എന്നിട്ട് അവരൊന്ന് ഇട്ട് തന്നത്.